ഊട്ട്ര ഫ്ലൈ ഓവറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഈ പാലം വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏത് ഊട്ട്ര പാലോ? ഊട്ടപ്പാലം സ്റ്റാർട്ട് ചെയ്യും. ആ പാലത്തിൽ നിന്ന് 3 മീറ്റർ പാലം പൊളിക്കാണ്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മീറ്റർ പടിഞ്ഞാട്ട പാലം. ഓ, 3 മീറ്റർ പടിഞ്ഞാറ് താണ്ടിയിട്ട് താഴെയാണ് പാലം. അല്ല, 3 മീറ്റർ പടിഞ്ഞാട്ടാണ് പാലം. അതിന്റെ അലൈൻമെന്റാണ് വരുന്നത്. അതാണ് ഇത് എടുത്തത്. മനസ്സിലായി. ഇപ്പൊ നിലവിലുള്ള പാലം അവിടെ തന്നെ തുടരുമല്ലോ. വണ്ടി പോകണ്ടേ? അപ്പൊ അബ്ദുൽ ഖാദർ ഡോക്ടറുടെ തോട്ടം മാത്രം പോകും കുറച്ച്. മോട്ടോർ പേരെ പഠിച്ചാൽ ആ സൈഡിൽ കടപ്പക്കല്ല് വിൽക്കുന്ന കട പോവോ? അത് പോകും. അതൊക്കെ കയ്യേറ്റം പോലെ തോന്നിക്കില്ലല്ലോ. അത് തീരദേശത്തുള്ള കയ്യേറ്റ ഭൂമിയാണല്ലേ? കയ്യേറ്റ ഭൂമിയാണ്. അതോ കേശവൻ നായർ ആരെങ്കിലൊക്കെ കൊടുത്തതായിരിക്കുന്നത്. 25-ാം തീയതി പാലത്തിന്റെ അടിക്കല്ല് ഇടും അല്ലേ? അടിക്കല്ലിടും. അതൊക്കെ ചടങ്ങും സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ 4-ാം തീയതി കഴിഞ്ഞു. അല്ല, ഫെബ്രുവരി 25-ന് തുടങ്ങുന്നല്ലേ പറഞ്ഞു? 4-ാം തീയതി, അതായത് ഡിസംബർ 4-ാം തീയതി ടെൻഡർ കഴിഞ്ഞു. എവിടെയുള്ളവർ മറ്റേവർ തന്നെയാണോ? അറിയില്ല. എറണാകുളത്തെ എഞ്ചിനീയർ ആയിട്ട് 4-ാം തീയതി കഴിഞ്ഞു. പത്രത്തിലൊക്കെ വന്നല്ലോ അല്ലേ? എനിക്കറിയില്ല, ഞാൻ കൂടുതൽ ഡിവിഷൻസ് ആയിട്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് കുറേ രൂപ ഗവൺമെൻറ് കൊടുത്തു, കോമ്പൻസേഷനായിട്ട് പലർക്കും കൊടുത്തു. 6,40,45,00,000 കൊടുത്തു. കോമ്പൻസേഷനായിട്ട് കൊടുത്തു. കൊടുക്കാനല്ലേ? നമ്മൾ ഇതിലെ ഇങ്ങനെ പോവില്ലേ? റോഡ് ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോവില്ല? ആ മില്ലിൻ്റെ ഉള്ളിൽ കൂടെ വരില്ലേ? ആ മില്ലിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ ബൈപ്പാസ് വരിക? ചെറിയ കല്ല് ഇവിടുന്ന് 16 മീറ്റർ അങ്ങോട്ടാണ്. ഇങ്ങനെ പോവാ അല്ലേ? അല്ല, അവിടുന്ന് പടിഞ്ഞാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുമോ ഇതിൻ്റെ മേലെ കൂടെ? ഈ ആലമ്പഴം റോഡ് എങ്ങനെ ക്രോസ് ചെയ്യും? ഫ്ലൈ ഓവർ മുകളിൽ കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവില്ലേ അല്ലേ? ഇത് മെയിൻ റോഡാണ്. മറ്റേ അത് അടച്ചിടില്ലേ? ലെവൽ ക്രോസ് അടച്ചിടും. പണി കഴിയുമ്പോൾ അത് 5 കൊല്ലം കഴിയുമല്ലോ. 5 പറഞ്ഞ 6 ആവും, 5.5 ആവാം. പിന്നിൽ നിൽക്കണം. 5 വർഷം എടുക്കുന്നത്. ഫണ്ടുകളുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നത് കൊണ്ടും അല്ലേ? റെയിൽവേൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ്. റെയിൽവേ ഇനി എന്തൊക്കെയോ ഡെവലപ്മെന്റ് ഉണ്ട്. റെയിൽവേൻ്റെ എന്ത് ഡെവലപ്മെന്റ്? ട്രെയിനൊന്നും ഇട്ടിട്ടില്ല. ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവര് ഡബിളിങ് ആക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നടക്കും. ഡബിളിങ് അവര് സാറ്റലൈറ്റ് സർവേ എടുത്തിട്ടുള്ളതാണ്. സാറ്റലൈറ്റ് സർവേ ഉണ്ട് ഡബിളിങ്ങിൻ്റെ അല്ലേ? അവർക്ക് കേരളത്തിലെ ഈ നിലമ്പൂര്, ഷൊർണൂരും പൊള്ളാച്ചി, പാലക്കാട്. പൊള്ളാച്ചി, പാലക്കാട് മാത്രമേ ഡബിളിങ് ഇല്ലാത്തുള്ളൂ. ബാക്കിയൊക്കെ വേഗതയിലെത്താലോ? ബാക്കിയൊക്കെ ഡബിളിങ് ആണ്. പക്ഷെ എങ്കിലും മറ്റേ റൂട്ടിൻ്റെ 150-200 ഇരട്ടി വാഹനങ്ങൾ പോകുന്നുണ്ട് ആ വഴിയൊക്കെ, എറണാകുളം തൃശ്ശൂരൊക്കെ. അല്ല, അതിപ്പോ എറണാകുളം 3 ലൈൻ ആക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ആലപ്പുഴ ഡബിളിങ് നടക്കണമെന്ന് കേൾക്കുന്നു. നടക്കുന്നുണ്ട്. മറ്റേ എറണാകുളം ഷൊർണൂർ 109 കിലോമീറ്റർ 3ാമത്തെ ലൈനിൽ സർവേ കഴിഞ്ഞു. അല്ല, ഇപ്പൊ അവര് പറയുന്ന ആലപ്പുഴ എറണാകുളം സിംഗിൾ ആണല്ലോ, അതിപ്പോ ഡബിളിങ് ആക്കാൻ പോവാണ്. ഇത് 3 നോക്കണം. പിന്നെ കായംകുളം വരെ, ആലപ്പുഴയിൽ നിന്ന് കായംകുളം വരെ എത്തിയാൽ മതിയല്ലോ, ഓട്ടോമാറ്റിക്കലി ഡബിളിങ് ആണല്ലോ. 3 ലൈൻ ആക്കണം. അത്രയും ട്രാഫിക് കൂടിയിട്ട് ചെന്നൈയിലൊക്കെ 4-5 ലൈനല്ലേ? അല്ല, സേലത്തിലായിട്ട് 4 ഓടുന്നതേ. അപ്പൊ ഇത് 3 പറയുന്ന ഒരു വിചിത്രമായ കാര്യമല്ല. പാസഞ്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ഇപ്പോൾ ഒരു 3ാമത്തെ ലൈനും അത്ര അതിശയൊന്നും അല്ല പറയാം. അപ്പൊ ഈ 3ാമത്തെ ലൈൻ വരുമ്പോൾ ഈ അണ്ടർഗ്രൗണ്ടും മറ്റേ 3ാമത്തെ ലൈൻ വരുമ്പോൾ ഈ വണ്ടികൾ കടത്തിവിടാൻ ഇത് വേണം, ഡബിളിങ് വേണം. അല്ല, ഈ പാസേജ് ഒക്കെ എന്ത് ചെയ്യും? ഫ്ലൈ ഓവർ ഒക്കെ അതിനും വീതി കൂട്ടണ്ടേ? അല്ല, ഫ്ലൈ ഓവർ ഇപ്പോൾ ഇനി നിലവിൽ ചെയ്യുന്നതൊക്കെ വീതി കൂട്ടും. പഴയതൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുമോ? 3 ട്രെയിൻ പോകാനുള്ള സൗകര്യം ഉണ്ടോ അതിലൊക്കെ? ഈ ഒല്ലൂര്, തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ. അതാണ് ഇത് പെൻഡിങ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇതിനെയും മാറ്റേണ്ടി വരും. ഊട്രയിൽ മറ്റേ ഇവിടെ അയ്യാക്കര പാലം. അല്ല, അതിനൊന്നും ഓർഡർ ആയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ പെൻഡിങ് ആയി ഇടാനുള്ള കാരണം 3 ലൈൻ വരികയാണ്, 2 ലൈൻ വരികയാണെങ്കിൽ അതിൻ്റെയും കൂടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലൈ ഓവർ ആയിരിക്കണം വിഭാവനം ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ആനമല റോഡ് അങ്ങനെ വിട്ടിരിക്കുന്ന ഈ ഒരു ഇതിന്റെ കാര്യത്തിലായിരിക്കും അല്ലേ? അവിടെ ആനമലയിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട് അവിടെ. അതായത് അമ്രാമ്പാളയത്തിൻ്റെ മെയിൻ റോഡും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് റോഡിന്റെ സൈഡിൽ. മീനാക്ഷിപുരം ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഒരു കയറ്റം പോലെയാണല്ലോ. ഇനി ഗോവിന്ദാരം മുട്ടാനുണ്ട്. ആ റോഡും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു.
അവിടുത്തെ ഇപ്പം 4 വണ്ടിയാണ് ഓടാൻ. ഓ ശരി ശരി. ഗോവിന്ദാപുരം റോഡ് ഇപ്പം 4 വരിയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് കുറച്ച് ഗോവിന്ദാരം മുട്ടാനുണ്ട്, കുറച്ച് ഒരു 1 കിലോമീറ്റർ. അതിപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്, ഒരു പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. പാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.